ഹരേ കൃഷ്ണ. നാം സ്വപ്നത്തിൽ ദർശിക്കാറുള്ള ശരീരങ്ങൾക്ക് സമാനമാണ് വാസ്തവത്തിൽ ഈ ശരീരവും. മനസ്സിൻ്റെ സർഗശക്തിക്കനുസരിച്ച് അനേക രൂപങ്ങൾ നാം സ്വപ്നത്തിൽ സൃഷ്ടിക്കാറുണ്ട്. നമ്മൾ സ്വർണത്തെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മലകളും പർവ്വതങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വപ്നത്തിൽ നമുക്ക് സ്വർണ്ണ പർവ്വതങ്ങൾ സ്വപ്നം കാണാൻ പറ്റും. അതായത് ഈ സ്വർണവും പർവ്വതവും കൂടെ ചേർന്ന് സ്വർണ്ണ പർവ്വതങ്ങളെ കാണാൻ പറ്റും. ചിലപ്പോൾ ആകാശത്ത് പറന്ന് കിടക്കുന്ന ഒരു ശരീരം നമുക്കുള്ളതായിട്ട് നാം കാണാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തെ നമ്മൾ മറന്നു പോകാറുണ്ട്, തികച്ചും മറന്നു പോകാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു നിർദ്ദിഷ്ട ശരീരം നിങ്ങൾക്കുള്ളപ്പോൾ കഴിഞ്ഞ കാലത്തെ ശരീരത്തെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അത് നിങ്ങൾ മറക്കുന്നു. സ്വപ്നത്തിൽ അനേകം പുതിയ പുതിയ ശരീരങ്ങൾക്ക് നമുക്ക് സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ അതെല്ലാം നാം മറക്കുന്നു. വാസ്തവത്തിൽ ഈ ഭൗതിക ശരീരങ്ങളെല്ലാം നമ്മുടെ മനോവൃത്തികളെ സൃഷ്ടികളാണ്. എന്നാൽ അപ്പോൾ നമ്മുടെ മുജ്ജന്മത്തിൽ നമുക്ക് ശരീരങ്ങളോ ഒന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഈ ജന്മത്തിൽ നമ്മൾ അത്രയ്ക്കും അതിപ്പെട്ടു പോയിട്ടുണ്ടല്ലേ? ഹരേ